ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഷുൻ ക്രിയേഷൻസിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ഇതിൻ്റെ ഷോർട്സ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അതിൽ തന്നെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, അതിൻ്റെ ലോങ് വീഡിയോയുടെ. അപ്പോൾ എല്ലാവരും കാണുക. ഇത് ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇത് ബാംഗ്ലൂരിലെ കബൺ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, ആദ്യമായിട്ടല്ല പോയത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടോ. അടിപൊളി പാർക്കാണ്, നല്ല വിശാലമായ വലിയ പാർക്കാണ് കേട്ടോ. ഇത് ഒത്തിരി നമുക്ക് നടന്ന് ചുറ്റി കാണാനുണ്ട്. പിന്നെ കൂടാതെ അതിനുള്ളിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് അവിടെ പുല്ലിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ കൂടാതെ അവിടെ ചെറിയ ചെറിയ ബെഞ്ച് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, ഒരുപാട് ആൾക്കാർ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഫാമിലി ആയിട്ടും പിന്നെ കപ്പിൾസായിട്ടും പിന്നെ ഫ്രണ്ട്സായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നമുക്ക് നടന്ന് കാണാനുണ്ട്. അപ്പം നമ്മളിവിടെ ഫാമിലി ആയിട്ടാണ് പോയത്. ഇപ്പം ഐവൂട്ടൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഐവൂട്ടന് ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ, ഇത്രയും വിശാലമായ പാർക്ക് കണ്ടിട്ട്. പിന്നെ പാർക്കിൽ അവിടുത്തെ റോഡിൽ കൂടെയൊക്കെ ഒരുപാട് കുട്ടികൾ സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഡോഗിനൊക്കെ കൂട്ടിയിട്ട് വാക്കിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടാതെ കുറേ പേര് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ചേട്ടന്മാരും ചേച്ചിമാരും പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാലിൽ വെച്ചുകൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു, സ്കേറ്റിംഗ്. ഇതൊക്കെ കാണുമ്പോൾ ഐവൂന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അവനും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ചുറ്റി നടക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല അടിപൊളി, എന്താ പറയുക, കളർഫുള്ളായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡിഫറെൻറ്റ് കളേഴ്സിൽ. നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് അവിടെ എന്താ പറയുക, ഗാർഡനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അടിപൊളി ഒരു വിശാലമായ പാർക്ക് തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, കുഞ്ഞുമക്കൾ. ഇതാ സൈക്കിളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഒരേപോലത്തെ സൈക്കിളായിരുന്നു. അത് അവിടുന്ന് എങ്ങനെയാണ് കൊടുക്കുന്നതാണോ എന്തോന്നറിയില്ല, ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേ കുട്ടികളുടെ ഏരിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിഡ്സിൻ്റെ ഒരു ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കിഡ്സിന് മാത്രമല്ല, നമുക്ക് വലിയ ആൾക്കാർക്ക് ഒരുമിച്ച് കാണാം. ആ ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റാണെന്ന് തോന്നുന്നു. ആ ട്രെയിൻ ഇങ്ങനെ ചുറ്റിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ ചുറ്റിയിട്ട് നമുക്ക് അതിനുള്ളിലെ സ്ഥലങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മളും കയറിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടിയിട്ട് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാർഡനൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ, നല്ല അടിപൊളിയല്ലേ. പിന്നെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളും ഇങ്ങനെ എല്ലാം കണ്ടു കേട്ടോ നടന്നിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇവിടെ കബൺ പാർക്കിൽ പോയവരുണ്ടോ, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പോകാത്തവരാണെങ്കിൽ ബാംഗ്ലൂർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ എന്തായാലും പോകണം. പിന്നെ ഇവിടെ കൂടാതെ കബൺ പാർക്ക് മാത്രമല്ല, ഇതിനടുത്തായിട്ട് തന്നെയാണ് ഈ വിധാൻ സൗധ എന്ന് പറഞ്ഞിട്ടുള്ള കർണാടകയുടെ നിയമസഭാ മന്ദിരം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലെ ക്ലിക്സാണ്, ഇനിയും ഉണ്ട് കേട്ടോ വീഡിയോസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യട്ടോ. ഇത് ഐവൂട്ടൻ ഇവിടെ കളിയിലാണ്. പിന്നെ ചേട്ടനും പിന്നെ ആൻറ്റിയും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഫാമിലി ആയിട്ട് അവിടെ ബാംഗ്ലൂരാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ അവിടെ പോയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോയത്. പിന്നെ ചേട്ടനാണ് കേട്ടോ, ചേച്ചിയുടെ ഹസ്ബൻഡാണ് നമ്മുടെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ എന്തായാലും. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ, ഇവിടേക്ക് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ സ്ഥലം കൂടെ ഒന്ന് പോയിട്ട് കാണേണ്ടതാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, ഗാർഡനൊക്കെ അടിപൊളിയാണ്. പിന്നെ കുട്ടികളൊക്കെ സൈക്കിളൊക്കെ ഓട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഐവൂട്ടൻ ഒരേ ഓട്ടമാണ് കേട്ടോ, ഭയങ്കര ഓട്ടത്തിലാണ് ഐവൂട്ടൻ.
അപ്പോൾ ഒരുപാട് ഇങ്ങനെ കാണാനുണ്ടല്ലോ. പിന്നെ അങ്ങനെ വണ്ടികളും മറ്റൊന്നും പോകുന്ന സ്ഥലമല്ലല്ലോ പാർക്കായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് വിശാലമായിട്ട് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ സൈഡിൽ കൂടെ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതായിരുന്നു കേട്ടോ ഈ മറ്റേ എന്താ പറയുക കിഡ്സിൻ്റെ ട്രെയിനൊക്കെ പോകുന്ന ആ ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കും തന്നെ കണ്ടിട്ടാകുമ്പോൾ മനസ്സിലാവും അടിപൊളിയാണ് പ്ലേസ് എന്ന്. പിന്നെ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ ഫുള്ളായിട്ട്. റോഡിലൊക്കെ ഫുൾ കളർ പൂക്കളായിരുന്നു. ഈ കടലാസ് പൂവൊക്കെ അറിയാമോ? അപ്പോൾ അങ്ങനത്തെ പൂവൊക്കെ ഒരുപാട് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്രെയിന്. അപ്പോൾ ഈ ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്കിതിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഇവിടെ എൻട്രൻസ് ഫീ ആയിട്ട് 20 ആയിരുന്നു കേട്ടോ ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അഡൽസിന്. പിന്നെ അങ്ങനെ കയറി. പിന്നെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റും എടുത്തു അവിടുന്ന്. എന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോയത് കേട്ടോ. ടോയ് ട്രെയിനായിരുന്നു. അപ്പോൾ നമ്മൾ എത്തുന്ന സമയത്ത് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല തിരക്കായിരുന്നു ഗൈസ്. നമ്മൾ പോയതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വീക്കെൻഡ് ആണല്ലോ, ലീവാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ട്രെയിന്. ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റൂ ഈ ഒരു ട്രെയിനിൽ. അപ്പോൾ അയ്യൂട്ടൻ പറഞ്ഞു നമുക്ക് ഫ്രണ്ടിലാണ് ഇരിക്കേണ്ടതെന്ന്, ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിൽ. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഒരു ട്രെയിൻ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 പേരും അയ്യൂട്ടനും കൂടെ ചേർന്നിട്ട് 5 ആൾക്കാരാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കയറാമെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ട്രെയിന് ചുറ്റിയിട്ട് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇതിനുള്ളിൽ തന്നെ പിന്നെ ഇത് അമ്യൂസ്മെൻറ്റ് റൈഡ്സ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക്. അതിനൊക്കെ എക്സ്ട്രാ ഫീസാണ്. അത് അവിടെ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് അങ്ങനെയുള്ള റൈഡ്സൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കയറി. പിന്നെ അയ്യൂട്ടൻ എന്തായാലും മുന്നിൽ തന്നെ ഇരുന്നു കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ അതായിരുന്നു തോന്നുന്നു അവന് കംഫർട്ട്, മുന്നിൽ തന്നെ ഇരിക്കണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പം അങ്ങനെ അവൻ്റെ വല്യച്ഛൻ്റെ കൂടെ മുമ്പിലാണ് കേട്ടോ ഇരുന്നത്. പിന്നെ അമ്മമ്മ ഉണ്ട്. പിന്നെ അയ്യൂട്ടൻ്റെ കേട്ടോ എൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ബാക്ക് സൈഡിലും ഇരുന്നു. അങ്ങനെ ഇങ്ങനെ ചുറ്റിക്കണ്ടു കേട്ടോ. നമ്മൾ ഇച്ചിരി സമയമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അത് ചുറ്റിയിട്ട് ഇപ്പുറത്തേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ചുറ്റിയിട്ട് കണ്ടു. നമ്മൾ നടന്ന് കാണുന്നതിന് പകരം ഇതിലൊന്ന് കയറിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ചുറ്റിയിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു റൗണ്ട് ഇടി കേട്ടോ, ഒറ്റൊരു റൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അത് പോകുന്ന വഴിക്കൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ലേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പോണ്ട് മാതിരി. അവിടെ വന്നിട്ട് സെൽഫ് ഡ്രൈവ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ല. വെള്ളമൊന്നും അധികം നല്ല ഇതല്ലാന്ന് തോന്നി കണ്ടപ്പോൾ. പിന്നെ കയറിയിട്ടില്ല കേട്ടോ. മറ്റേ ചെറിയ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, പെഡലിട്ടിട്ട് നമ്മൾ തന്നെ തിരിച്ചു പോകേണ്ടത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. എന്തായാലും അയ്യൂ നല്ല എൻജോയ് ചെയ്തു കേട്ടോ ട്രെയിനിലൊക്കെ കയറിയിട്ട്. പിന്നെ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. ഇതിലൂടെ 1-2 മറ്റേ പെഡൽ ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും സെപ്പറേറ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നു. അതിന് പിന്നെ നമ്മൾ കയറാൻ നിന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിന് എത്രയാണെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഇതിങ്ങനെ ചുറ്റിക്കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. ഈ മറ്റേ സീസോ, ഊഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും പിന്നെ ചാർജില്ല. പിന്നെ സെപ്പറേറ്റ് ഈ അമ്യൂസ്മെൻറ്റ് റൈഡ് പോലത്തെ സംഭവത്തിനാണ് ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ അങ്ങ് എൻഡിൽ കാണുന്നതാണ് കേട്ടോ ആ ബോട്ടിങ്ങിൻ്റെ സ്പോട്ടാണത്. ബോട്ടിങ്ങിന് അവിടെ നിന്നാന്ന് തോന്നുന്നു കയറുക. അപ്പോൾ അവിടെയാണ് അതിൻ്റെ സ്ഥലം അവിടെയാണ്. പിന്നെ ഇത് കൂടെ ഇങ്ങനെ പോയി ചുറ്റി പോയി ഫസ്റ്റ് കയറി അവിടെ തന്നെ ലാസ്റ്റ് എത്തി കേട്ടോ. ഇതിലൂടെ പോകുമ്പോൾ ഒരു വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു സ്പ്രേ മാതിരി വെള്ളമൊക്കെ തെറിച്ച് വന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കബ്ബൺ പാർക്കൊക്കെ ചുറ്റി കണ്ടു. പിന്നെ അയ്യൂട്ടൻ ഇച്ചിരി സമയം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഉള്ളിൽ സ്നാക്സിൻ്റെ ഷോപ്പ്, ഐസ്ക്രീം ഷോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നന്ദിനി എന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെയുള്ള എന്താ പറയുക മിൽക്കൊക്കെ, നന്ദിനി മിൽക്ക്, നന്ദിനി ഗീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം നന്ദിനിയുടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റാളുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടെ കുറച്ച് അവിടെ നിന്ന് കളിക്കുകയും ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ പിന്നെ 2 ആനയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ ആദ്യം കയറിയ ആ ഒരു സ്ഥലത്ത് തന്നെ ട്രെയിന് എത്താറായി കേട്ടോ.
അപ്പം പിന്നെ നമ്മൾ അവിടെ എത്തി, നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ ആ ഒരു സമയമായല്ലോ, നമ്മൾ ഒരു സമയമായിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ബാംഗ്ലൂരിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ അടിപൊളിയാണ് എന്തായാലും കബ്ബൺ പാർക്ക്. അതിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ കുട്ടികൾ കളിക്കുന്ന ഏരിയ ആണ് അവിടെ കാണുന്നത്. പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി സമയം നമ്മളും അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളും പിന്നെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ എന്താ പറയുക, അപ്പോൾ നിങ്ങളൊക്കെ തരുന്ന ഒത്തിരി സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും വളർന്നു പോവട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം കാണുക കേട്ടോ എല്ലാവരും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, കബ്ബൺ പാർക്കിലെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ പുതുപുത്തൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു. ബൈ.